ഈ ലോകത്തിൽ ഏകദേശം ഒരു 3083 ബില്യണേഴ്സ് ഉണ്ട്. അതായത് ഫോബ്സിൻ്റെ കണക്കനുസരിച്ച് അതിൽ ഏകദേശം 465 പേരും ജൂതന്മാരാണ്. അതായത് അവർ ശരിക്കും ചൂസനായ ആൾക്കാരാണോ, അതോ അവർ ഈ ലോകം നമ്മൾ പോലും അറിയാതെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണോ? അതായത് ഈ വെൽത്ത് ഇത് നമ്മളെല്ലാവരും പണിയെടുക്കുന്ന വെൽത്തിന് വേണ്ടിയാണ്. ഈ ബിസിനസ് ഇതെല്ലാം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ ജൂതന്മാരാണ്. വെറും 15 മില്യണുള്ള ഇവരാണോ? നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അതായത് ഏകദേശം 465 പേര് അതായത് ജൂതന്മാരാണ്. ടോപ്പ് 10 നമ്മളെടുത്ത റിച്ചസ്റ്റ് ആയ ആൾക്കാരുടെ അടുത്ത് അതിൽ 10 പേരിൽ 6 പേരും ജൂതന്മാരാണ്. അപ്പോൾ ഈ ലോകത്തെ ആരും അറിയാതെ നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ്. ഇങ്ങനെയാണ് ഒരു കോൺസ്പിറസി വർക്ക് ചെയ്യുക. അതായത് ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ആരും അറിയാതെ ഇവർ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ശരിയാണല്ലോ, ഈ ഒരു സെയിം കാര്യം തന്നെ. അതായത് നമ്മളെ പെൺപിള്ളേരെ തട്ടിക്കൊണ്ട് പോയിട്ട് മുസ്ലിങ്ങളാക്കിയിട്ട് അവരെ ഇങ്ങനെ ഒരു അവിടേക്കും ഇവിടേക്കൊക്കെ പറഞ്ഞു വിടും. എന്നിട്ട് വലിയ കണക്ക് കാണിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അതായത് 465 പേരും ജൂതന്മാർ ബില്യണേഴ്സ് ഉണ്ട്. അതായത് ടോപ്പ് 10 10 പേരിൽ 6 പേരെടുത്ത ജൂതന്മാർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കൾച്ചർ, അവരുടെ റേസിങ്, അവർ എഡ്യൂക്കേഷനും അങ്ങനെ പുതിയ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർ വല്ലാണ്ട് വളർത്താൻ നോക്കുന്ന ടൈപ്പ് ടീമുകളാണ്. അതായത് അവർ ഇപ്പം ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. ഞാൻ ഇപ്പോൾ ക്രിസ്ത്യനൊന്നും അല്ലെങ്കിലും പണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഇവിടെ തൊഴുത്തിക്കുത്ത് സ്വഭാവമുണ്ട്. അതായത് വലിയൊരു ഒരുത്തനെ വളർത്തണം എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല. ഈ സെയിം കാര്യം നമുക്ക് ഈ മുസ്ലിം മതത്തിലോ ഹിന്ദു മതത്തിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ജൂതൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി വളരണം. ഇപ്പോൾ അവർ ഏത്തിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു പണ്ടത്തെ ആ ഒരു ജൂതനോട് കൂറുണ്ട് അവർക്ക്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. കമ്മ്യൂണിറ്റി വളരണം. പിന്നെ അവർ ചെറുപ്പം മുതൽ കുഞ്ഞിലെ മുതൽ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അവർ ഒരു സിസ്റ്റത്തിൽ വളരാൻ വേണ്ടിയാണ് അവർ നോക്കുക. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. അവർക്ക് കൃത്യമായൊരു റുട്ടീൻ. നമ്മൾ പറയും മുസ്ലിംസിനും ഉണ്ടെന്ന്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിംസിന് അത്രയ്ക്ക് ഇല്ല ഇവരുടെ അത്ര കമ്പയറേറ്റീവ്ലി. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ, അതായത് കമ്മ്യൂണിറ്റീനെ വളർത്താൻ നോക്കും. മുസ്ലിങ്ങളുടെ കാര്യമാണെങ്കിൽ അവർ തമ്മിലടിക്കും. ക്രിസ്ത്യൻസിൻ്റെ കാര്യമാണെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ജൂതൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതായത് സത്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒരു കോൺസ്പിറസി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട ഇങ്ങനെയാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുക. അതായത് നമ്മളൊരു സൊസൈറ്റിയിലോട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് സത്യം, കുറച്ച് ഫിക്ഷൻ, കുറച്ച് ഇമോഷൻസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് തുടക്കത്തിൽ തന്നെ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് 25 കൊല്ലം കൊണ്ട്, അതായത് ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമാകാൻ പോവാണ്, ശരിയെ വരാൻ പോവാണ്. എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ജസ്റ്റ് ചിന്തിക്കുക. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എത്രയോ നൂറ്റാണ്ടോളം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കുറേ രാജാക്കന്മാർ മുസ്ലിംസ് ആയിരുന്നു. മുസ്ലിം എംപയർ ആയിരുന്നു. അവർ പോലും ഈ ശരിയ നിയമം അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവർ പോലും ഡീസൻ്റ് ആയിട്ടാണ് അവർ പെരുമാറിയത്. അപ്പം തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറും ഉടായിപ്പ് പരിപാടിയാണ്. അത് നടക്കത്തില്ല. കാരണം ഇവിടെ കൂടുതൽ ശരിയാണ്, ഹിന്ദുക്കളാണ് കൂടുതൽ. അപ്പോൾ ഇതൊന്നും നടക്കുന്ന കേസല്ല. പക്ഷെ ഞാൻ അതായത് ഒരിക്കലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം മുസ്ലിം രാജ്യത്തിൽ പോലും നടക്കുന്നില്ല. അവർ വരെ ഈ ശരിയായ നിയമം ഒഴിവാക്കി വരിക. അപ്പോൾ ഇതൊക്കെ വെറുതെ ചുമ്മാ പേടി ഉണ്ടാക്കുക. അതായത് ഇമോഷൻസ്, പേടി ഉണ്ടാക്കുക. ഈ സമയത്ത് നമ്മൾ ഇല്ലോജിക്കലായിട്ട് ചിന്തിക്കുക. അപ്പോൾ അതാണ് തുടക്കത്തിന് ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് വരും. അതായത് ഇവിടെ ടെക്നിക്ക് തന്നെ ഇതാണ്. അതായത് തുടക്കത്തിന് അവർ പറയുന്ന 25 കൊല്ലം കൊണ്ട്, അതായത് ശരിയ വരുന്നു, ഇസ്ലാമിക് രാജ്യമായി മാറുന്നു ഇന്ത്യ, പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു, കുട്ടികളെ കൊല്ലുന്നു, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ ഏകദേശം അതാണ് ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഞാനൊരു ഇമോഷൻ ഉണ്ടാക്കി എടുത്താണ്. പക്ഷേ ഇതാണ് ഐഡിയ. അതായത് നമ്മുടെ ലവ് ജിഹാദ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, ചുമ്മാ അങ്ങ് അടിച്ച് ഇറക്കുകയാണ്. തെളിവ് നമ്മളിപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കാണാം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ കുറേ ഇതൊക്കെ തെളിവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെറിയ കണക്കുകളുള്ളൂ. ഇത്രയ്ക്കും വലിയ പൊലിപ്പിച്ച് പറയേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ അപ്പം ഇതിലേറെ വലിയ കാര്യങ്ങൾ, ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആക്കാം. ഞാൻ പോലും ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് ഫോർ എ കണ്ടൻറ്റ് എനിക്കിത് പറയണം തോന്നി. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഇവിടെ എന്താ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇവർ ഡിവൈഡ് ആൻഡ് റൂൾ ടാക്ടിക്കാണ്. അത് പണ്ട് പോലെ എല്ലാവരും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അതായത് നമ്മുടെ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ പവറൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അതാണ് ഇവർ സെയിം ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത്
ഇവിടെ നൈസായിട്ട് നമ്മളിങ്ങനെ എൻജിനീയർ ചെയ്തെടുക്കുക സോഷ്യലി. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണെന്ന്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ കേരളത്തിലാണ് ഏറ്റവും കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് വർഗീയത. അതായത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് നോക്കിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഞാൻ ഒരു മാസം മുന്നേ ഞാൻ മംഗലാപുരത്തായിരുന്നു, അതിൻ്റെ അപ്പൻ്റെ ഒക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് അതായത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അവിടെ എന്താണ് അവിടുത്തെ മുസ്ലിംസ് ആയാലും അവിടുത്തെ ഹിന്ദുക്കളാണെങ്കിലും ഹിന്ദുക്കളുടെ കൈക്കൂടെയൊക്കെ നിറച്ച് ചരടും. പിന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരും. അതേപോലെ മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ അവർ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ള് പർദ്ദയൊക്കെ ഇട്ട് ഒരുമാതിരി, അതായത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അവിടെയാണ്. തമ്മിലടി അതൊക്കെ എനിക്ക് അവിടെയായിട്ടാണ് ഫീൽ. അവിടെ ഇതിലേറെ ഉണ്ട്, ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ലേ. എന്നിട്ട് അവർ ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം ഇനി ഇവിടെ അങ്ങനൊരു ഫീൽ ഉണ്ടാക്കണം, സോഷ്യലി എൻജിനീയർ ചെയ്തെടുക്കും. അതായത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ലവ് ജിഹാദ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുസ്ലിംസ് ഇങ്ങനെയാണ്. അപ്പോൾ മുസ്ലിംസ് തിരിച്ച് ചിന്തിക്കും. അവർ കാരണം നോർത്തിൽ ഇങ്ങനെ നടക്കുന്നത്, അപ്പോൾ ഇവരും പ്രശ്നക്കാരാണ്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതായത് ഒരുത്തനെക്കുറിച്ച് ചീത്തയായിട്ട് കരുതി കഴിഞ്ഞാൽ അതായത് എല്ലാ മുസ്ലിംസും കൊള്ളത്തില്ല എന്ന് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ചിന്തിച്ചു തുടങ്ങി. പിന്നെ അവർക്കും ഇങ്ങനെ തിരിച്ചൊരു ദേഷ്യം ഉണ്ടായി തുടങ്ങും. അതാണൊരു ടെക്നിക്ക്. കാരണം കേരളത്തിലാണ് ഏറ്റവും കമ്മി, എനിക്ക് തന്നെ ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കമ്മിയായിട്ട് ഈ ജാതി ഇതില്ലാതെ ഈ വർഗീയത ഇങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്ത. അടുത്ത് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ സിനിമ ഇതിൻ്റെ 1ാം ഭാഗം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങാണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല. കുറേ നമ്മൾ കേരളീയർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു പടത്തിനൊക്കെ ഇങ്ങനെ കൊടുക്കാൻ എനിക്കറിയത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു പ്രശ്നം. അതേപോലെ ഈ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ ഈ സിനിമയ്ക്ക് ടാക്സ് പോലും ഇല്ല. അതാണ് ഒരു പ്രത്യേകത. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് BJP എന്ന്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് സംതിങ് ഫിഷി, എന്തോ പ്രശ്നമുണ്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, അതായത് ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും ഇത് വെറും തനി പ്രൊപ്പഗണ്ടയാണ്. കാരണം കേരളത്തിൽ ഇങ്ങനൊരു ആവശ്യമേ ഇല്ല. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അടിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ചുമ്മാ അതായത് സോഷ്യലി നമ്മളിങ്ങനെ ആക്കിയെടുക്കും, അതായത് എൻജിനീയർ ചെയ്തെടുക്കും. അതായത് നമ്മളെ പ്രോഗ്രാം ചെയ്യാണ്. അതായത് ഞാൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അതായത് ഒരു ടെക്നിക്കാണ്. നമ്മൾ ചെറുപ്പം വരെ നമ്മളത് കേട്ടാൽ വളരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ. നമ്മളിപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ അവൻ മുസ്ലിമാണ്, അവൻ അങ്ങനെ വളർന്നു വരികയാണ്. പക്ഷേ ഇങ്ങനെയും കൂടെ സിനിമയും കൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരും. അതായത് നമ്മൾ സബ് കോൺഷ്യസ്ലി നമുക്ക് ഫീൽ വരും, ശരിയാണ് എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങും. അതാണ് ഇവരുടെ ടെക്നിക്ക്. ഞാൻ പറഞ്ഞു, നമ്മൾ ശരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ശരിയുടെ കാര്യമാണെങ്കിൽ അതായത് 25 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ മുഴുവൻ ശരിയാകും, എന്തൊക്കെയോ ഭയങ്കര പ്രശ്നമാണ് വരുന്നതെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഒരിക്കലും ഇവിടെ ശരിയായി വരാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെയൊന്നും കാരണം ഈ മുസ്ലിങ്ങൾക്ക് പോലും ഈ നിയമം വരാൻ അതായത് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഈ ശരിയാ വരുമോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരെ ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കുന്നുള്ളൊരു ടെക്നിക്ക് മാത്രം. പിന്നെ അവരുടെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ മുഗളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അന്ന് ഇവിടെ ഹിന്ദു മെജോറിറ്റീസ് തന്നെയാണ്. പക്ഷെ അവർക്ക് റൂൾ ചെയ്യാൻ വേണ്ടി അവർക്കൊരിക്കലും ശരിയ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടെ ശരിയ വരണമെങ്കിൽ തന്നെ ഇവിടെ മുസ്ലിംസ് കൂടുതൽ പോപ്പുലേഷൻ വരണം. അതായത് ഹിന്ദുക്കളെക്കാളും കൂടുതൽ പോപ്പുലേഷൻ അവരുണ്ടാവണം എന്ന് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ ശരിയായി വരാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് മുഗൾസ് ചെയ്തിട്ടില്ല, അവർ ശരിയ നിയമം എന്ന് പറഞ്ഞിട്ട് വലിയ ഇതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇത്ര മെജോറിറ്റിയായി. കാരണം ഇതൊക്കെ പൊളിറ്റിക്സാണ്, അത് വേറെ കാര്യം. ശരിയായി ഇങ്ങനത്തെ കുറേ നിയമങ്ങൾ അതൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ ഇതൊക്കെ ഒരു ഇതാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്ക് മാത്രമാണ് ഈ മതം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. പക്ഷേ അതായത് ഹിന്ദുക്കളുള്ള സമയത്ത് അവരുടെ രീതിയിൽ, അതായത് മുഗൾസ് അവരുടെ രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതൊക്കെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കും. അതാണ് ഒരു ഇത്. അല്ലാതെ മെജോറിറ്റി ഇവിടെ വന്ന് അതിനനുസരിച്ച് നമ്മൾ മാറും, ബാക്കി അത് വേറെ കാര്യം. പക്ഷേ 25 കൊല്ലം കൊണ്ട് ഹിന്ദു പോപ്പുലേഷനേക്കാളും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നില്ല. അതെന്ന് വെച്ചാൽ ഒരു ബുദ്ധിയുള്ള ഒരു മുസ്ലിമും അതായത് ആ നിയമം വരണമെന്ന് കരുതൂല. കാരണം എന്തിനാ മതത്തിൻ്റെ നിയമം, നമുക്കല്ലേ തന്നെ അതിലേറെ നല്ല നിയമങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു ഒന്നാമത് ശരിയായ നിയമം എന്നൊക്കെ പറയുന്നത് 6-ാം നൂറ്റാണ്ടിലുള്ളത്.
മറ്റേതാണെങ്കിൽ അതിനും മുന്നേ ബി സി കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് ശരിയായിരിക്കും മറ്റേതിനേക്കാളും. നമ്മുടെ ഇവരുടെ മറ്റേ ഹിന്ദുക്കളുടെയൊക്കെ നിയമത്തെക്കാളും അത് സീരിയസ് ആയൊരു കാര്യം തന്നെയാണ്. അതായത് അത് തന്നെ. പിന്നെ ഓരോ റിലീജിയൻസും ഈ കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ പഴയ 6-ാം നൂറ്റാണ്ടിലോട്ട് പോകാൻ ഒരു ആൾക്കും താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ ഒരു BC പോകാൻ ആർക്കും താല്പര്യമില്ല. അതേപോലെ ക്രിസ്ത്യൻസിൻ്റെ കാര്യമാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഈ ഗേകളെയൊക്കെ പണ്ട് കൊന്നു കളഞ്ഞുകൊണ്ടിരുന്ന സമയമുണ്ട്. ഇപ്പോൾ നമ്മുടെ പോപ്പ് വരെ അക്സെപ്റ്റ് ചെയ്തു. പഴയ മരിച്ചുപോയ ഫ്രാൻസിസ്, അതായത് ഫ്രാൻസിസ് പോപ്പ്. അതായത് നമ്മൾ ആരാണ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി? അതായത് അവർ ഗേസിനെ വരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് റിലീജിയൻസിൽ അങ്ങനെ മാറ്റങ്ങൾ വരും. കാരണം അതാണ് സർവൈവൽ ഐഡിയാസൊക്കെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റാണ്. അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്ത് പോകണം. അപ്പോൾ അതിനുവേണ്ടി അവർ അഡാപ്റ്റ് ചെയ്തോളും. അപ്പം ഈ 25 കൊല്ലം കൊണ്ട് ഒക്കെ ചുമ്മാ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വലിയ ക്ലെയിമുകളൊക്കെ തരില്ല. അതുപോലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു ചെറിയൊരു ഹെയ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി വരും നമുക്ക് ആ പടമൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ കാണുമ്പോഴേ എന്താ സംഭവം, നമ്മൾ ഈ 25 കൊല്ലം കൊണ്ട് വരുമോ, എന്താണ് അവരുടെ ടെക്നീക്ക്? അവർ ലവ് ജിഹാദ് ഉപയോഗിക്കും. കാരണം നമ്മുടെ ഹിന്ദുക്കളായ പെണ്ണുങ്ങളെ മുഴുവൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ കുട്ടികളെ നമുക്ക് ഹിന്ദുക്കളായ നമുക്കല്ലേ തന്നെ ഉണ്ട്, നമുക്ക് 2-3 കെട്ടാം. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ കൂടും. അപ്പോൾ ശരിയാവുമല്ലോ. എന്താ ടെക്നിക്ക്? അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതറിയില്ല, ആയിരിക്കും. പിന്നെ നമ്മൾ ഈ കമൻറ്റിലൂടെ പോയാൽ, അതായത് നമ്മുടെ ഈ ട്രെയിലറിൻ്റെ കമൻറ്റിൽ കൂടെ പോയാൽ നമുക്ക് നല്ല കോമഡിയായ സാധനങ്ങളുണ്ടാവും. കോമഡിയായ സാധനങ്ങൾ തന്നെയാണ്. ഇത് കേരള സ്റ്റോറി അല്ല, ഇത് അവൻ്റെ അപ്പൻ്റെ സ്റ്റോറി എന്നുള്ളൊരെണ്ണം. പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും തന്തയില്ല, അങ്ങനത്തെ ഒരെണ്ണം. അത് ഇച്ചിരി ബാഡ് വേർഡാണ്, നമ്മൾ പറഞ്ഞല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. പക്ഷേ ഞാൻ പറയാറുണ്ട്, ഞാനൊന്നും കൂടെ പറഞ്ഞേക്കാം. ഈ പടത്തിൻ്റെ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും തന്തയില്ല. ഓക്കെ. അതായത് ചില ആൾക്കാർ പറയുന്നു ഈ പടത്തിൻ്റെ പേര് നമ്മൾ മാറ്റണം, അത് റീനെയിം ടൈറ്റിൽ ടു നോർത്ത് ഇന്ത്യൻ റിയൽ നോർത്ത് ഇന്ത്യ, അങ്ങനെയാണ് ഇടേണ്ടത്. പിന്നെ ഈ ബീഫ്, പിന്നെ ഇതിനകത്ത് ആ ട്രെയിലറിൻ്റെ ഒരു ഭാഗമുണ്ട്, അതായത് ഒരു ഭാഗമുണ്ട് നമുക്ക് ഈ ബീഫ് എടുക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അതിനെ ട്രോൾ ചെയ്ത് നമ്മുടെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. അതായത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്തൊരു മനുഷ്യന്മാരാണെന്ന് നമുക്കൊന്ന് തോന്നിപ്പോകും കേട്ടോ. അത് വേറെ കാര്യം. ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് എങ്ങനെയാടാ നമുക്കത് തോന്നിപ്പോകും. ആ പെണ്ണ് പറയുമ്പോൾ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. അവരുടെ അവിടുത്തെ മുസ്ലിം സ്ത്രീകളായ ആൾക്കാരും പിന്നെ ആ പെണ്ണിൻ്റെ കെട്ടിയവനും എല്ലാവരും കൂടെ പിടിച്ച് വെച്ചിട്ട് വായിലോട്ട് തിരികെ കൊടുക്കുക. അപ്പോൾ പക്ഷേ അത് മെയിനായിട്ട് കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ശരിക്കും പറഞ്ഞാൽ അവൾ കഴിക്കാതെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം പൊറോട്ട ഇല്ലാത്തതുകൊണ്ടാണ്. ബീഫും പൊറോട്ടയാണ്. അതായത് ഇഫ് ഷീസ് എ മല്ലു ഷീ വോണ്ട് ഈറ്റ് ബീഫ് വിത്തൗട്ട് പൊറോട്ട. അതാണ് സംഭവം. ശരിയായ ഒരു കാര്യം തന്നെയാണ്, നിരീക്ഷണം തന്നെയാണ് ആ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ചില ആൾക്കാർ ഇതൊക്കെ കണ്ട് കൺഫ്യൂസ്ഡാണ്. അതായത് കൺഫ്യൂസ്ഡായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ, കേരളത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിയിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇത്ര വലിയ അധോലോകമായി മാറിയ കാര്യം. അതൊരു വളരെ ഫണ്ണിയായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയ്ക്ക് നമ്മൾ വളർന്നു പോയെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി, ഈ സിനിമയൊക്കെ കാണുമ്പോഴാണ്. കാരണം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം. ഞാൻ ഈ കേരള സ്റ്റോറി 1 അതിനെക്കുറിച്ചൊന്നും ഞാൻ കണ്ടിട്ട് ജസ്റ്റ് റോസ്റ്റ് ചെയ്യാതൊക്കെ കണ്ടിട്ടുണ്ട്, ട്രോളൊക്കെ. നമ്മുടെ എന്തായിരുന്നു, ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ സാധനം, അങ്ങനത്തെ എന്തൊക്കെയോ നമ്മൾ ആ ഒരു 1-ാം ഭാഗമൊക്കെ ഇല്ല, അങ്ങനത്തെ കുറച്ച് ഡയലോഗൊക്കെ എനിക്ക് അറിയാമെന്നുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതാണ് കാരണം പിന്നെ കുറേ ആൾക്കാർക്ക് കൺഫ്യൂസ്ഡാണ്. ഇതിനകത്ത് എവിടെ കേരള സ്റ്റോറി എന്ന് കൊടുത്തിട്ട് ഒരു ഭാഗം പോലും കേരളത്തിലില്ല. അപ്പോൾ എവിടെയാണ് കേരളം എന്ന് സംശയിക്കുന്നുണ്ട് ചില ആൾക്കാർ. കാരണം അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഇതിനകത്തിപ്പം എന്താ ഈ നമ്മളിപ്പോൾ കേരള സ്റ്റോറി 2 എന്ന് പറയുമ്പോൾ അതായത് 3 പെണ്ണുങ്ങളുടെ കഥയാണ്. ഇപ്പോൾ 3 ഹിന്ദുക്കളായ പെണ്ണുങ്ങളെ 3 മുസ്ലിങ്ങളായ ചങ്ങായിമാർ ലവ് ജിഹാദ് ഉപയോഗിച്ച് ഉണ്ടായെന്നുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പെണ്ണ് കേരളത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും കൺഫ്യൂസ്ഡാണ്. കേരളം എന്ന് നമ്മൾ എഴുതി വെക്കണം അതിൻ്റെ മണ്ടയ്ക്ക്, എന്നാലേ മനസ്സിലാവുള്ളത് കേരളമെന്ന്. അപ്പോൾ പല കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും കൺഫ്യൂഷൻ. ഞാനും കൺഫ്യൂസ്ഡാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളം ഇല്ല അതിനകത്ത്. അത് സത്യം ഒരു കാര്യം തന്നെയാണ്. കൺഫ്യൂസ്ഡാണ്. പല കമൻറ്റുകളുണ്ട്. ദിസ് ഈസ് നോട്ട് എ കേരള സ്റ്റോറി, ഇത് പിന്നെ പല ആൾക്കാർക്കും സംശയമുണ്ട്. അതായത് ഈ എഴുതിയ ആൾ ഒരിക്കലും കേരളം വിസിറ്റ് ചെയ്തേ ചാൻസ് ഇല്ല. ഇതൊക്കെയാണ് പല സംശയങ്ങൾ. പിന്നെ ഇത് അടുത്ത് ഓസ്കാർ വരുന്നുണ്ട്. അതായത് കാരണം ഇത് അതൊരു സത്യ കാര്യം തന്നെ. കാരണം ഇത് അടുത്തൊരു ഓസ്കാർ പടമായിരിക്കും.
പിന്നെ ഇതൊരു അതൊക്കെ തന്നെ ഓസ്കാർ പടമായിരിക്കും. പിന്നെ ഇത് പല പല കാഴ്ചപ്പാടിലൂടെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം എനിക്ക് മെയിനായിട്ടൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ടോ? അതായത് ഈ സിനിമയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. അത് കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സപ്പോർട്ടും ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇത് കാണണം എന്ന് പറയുന്നവരുണ്ടോ എന്നൊക്കെ കരുതി ഞാൻ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നോക്കുമ്പോൾ ഉണ്ട്. നോർത്ത് ഇന്ത്യ നമുക്ക് ഓരോരുത്തർ നമുക്ക് നോക്കാം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് നോക്കുന്നു. ജസ്റ്റ് ഞാൻ യൂട്യൂബിലോട്ട് അടിച്ചു നോക്കി സപ്പോർട്ടേഴ്സ് അങ്ങനെ പറഞ്ഞാൽ അടിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊന്നെ മലയാളത്തിലുണ്ട്, പിന്നെ ഹിന്ദിയിലുണ്ട്. ഹിന്ദിയിലെ ചങ്ങായിമാരുണ്ട്, അവർ പോയിൻ്റ് പറയുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, പിന്നെ എല്ലാ നാട്ടിൽ നിന്നുണ്ട് സപ്പോർട്ടേഴ്സുണ്ട്. അത്ഭുതം. വളരെ 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 എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇവിടെ കാണാൻ പറ്റിയത്. ചില ആൾക്കാർ പേടിക്കുന്നുണ്ട്, ചില ആൾക്കാർ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി വരാം. അതായത് ആദ്യം നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡ്യൂഡിൻ്റെ നമുക്ക് കാണാം. ഞാൻ എൻ്റെ ഇയർഫോൺ ഒന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. The Kerala Story 2 Goes Beyond का ट्रेलर लॉन्च हो गया और ये बिल्कुल ट्रू इवेंट्स पे आधारित है और इजीली वेरीफाई कर सकते हैं आप इसमें जो भी स्टोरीज दिखाई गई हैं. 3 स्टोरीज अभी ट्रेलर में हमें देखने को मिली हैं और इसको तब भी हमारे समाज के कुछ लोग इसको प्रोपेगेंडा बता देंगे. बड़ी आसानी से उनका मुंह चल जाएगा कि ये प्रोपेगेंडा मूवी है, ये है, वो है, जबकि सब फैक्ट्स आप आसानी से वेरीफाई कर सकते हैं. आप इंटरनेट पे जाएंगे, न्यूज़ मिल जाएंगे, सब कुछ है. और मेरे हिसाब से ये मूवी ऐसे माँ बाप को हिंदू, അതായത് ഇവിടെ പുള്ളി പറയുന്നത്, അതായത് നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അതായത് ഇത് ട്രൂ പ്രൊപ്പഗണ്ടയല്ല, ട്രൂ സ്റ്റോറി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അപ്പോൾ നമ്മുടെ ആൾക്കാർ ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്നാൽ നിങ്ങളത് ഒന്ന് സൈറ്റ് ചെയ്യാവോ, എവിടെയാണ് ഇതിൻ്റെ സംഭവം? അപ്പോൾ അയാൾ പറയും, ഡു യുവർ ഓൺ റീസെർച്ച് മാൻ. അതാണ് സംഭവം. അതായത് നമ്മൾ ചോദിക്കും, കാരണം അയാൾ പറഞ്ഞു എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇയാൾക്ക് എളുപ്പത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നൂടെ പ്ലീസ്. और मेरे हिसाब से ये मूवी ऐसे माँ बाप को, हिंदू रिलीजन के माँ बाप को और छोटी लड़कियों को 17, 18, 19, 20 से 25 साल की लड़कियों को देखना बहुत ज़रूरी है. അതന്നെ മെയിൻ കാര്യം തന്നെ അതാണ്. അതായത് നമ്മുടെ ഇത് കാണിക്കേണ്ടത് മെയിനായിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ഉള്ള, അതായത് നമ്മുടെ പെൺകുട്ടികളുള്ള അപ്പന്മാരും അമ്മമാരുമാണ് ഇത് മെയിനായിട്ട് കാണേണ്ടത്. കാരണം അത്ര പ്രശ്നമുണ്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചില ആൾക്കാർ വിശ്വസിക്കുന്നു അതായത് ഇവിടെ ഉണ്ടെന്നാണ്. ഞാൻ പറയാണ് ഈ ചങ്ങായിയുടെ തന്നെ കമൻറ്റിൽ, അതായത് പറയാണ് പൊറോട്ട ആൻഡ് ബീഫ് ഇറ്റ്സ് എ ക്ലാസ് കോംബോ. അതൊക്കെയാണ് അത് പറഞ്ഞു കൊടുക്കുവാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇയാൾക്ക് അറിയുണ്ടാവില്ല ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, പൊറോട്ടൻ്റെ ബീഫിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന്. കാരണം എനിക്ക് തന്നെ വിശക്കുന്നുണ്ട്, ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതല്ല ഇപ്പോൾ ഉച്ചയ്ക്ക് വേറെ എന്തോ ചോറാണ് കഴിക്കുന്നത്. പക്ഷേ പറയാണ് അതിനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിശക്കുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വലുതായിട്ട്. അപ്പോൾ ഇയാൾ കമൻ്റായിട്ട് ഇയാൾ തന്നെ ചോദിക്കും, എടാ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. എന്താണ് പ്രശ്നം? എനിക്കറിയത്തില്ല. ഒരു ഭക്ഷണമല്ലോടോ, എന്തായിരിക്കും പ്രശ്നം? എനിക്കറിയില്ല. അയാൾ ചോദിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കണമെങ്കിൽ പോയി ചോദിക്കാം കേട്ടോ ഈ ചങ്ങായിനെയൊക്കെ. ഞാൻ വേണമെങ്കിൽ ഇയാളുടെയൊക്കെ ലിങ്ക് ഞാൻ അടിയിൽ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കാം. കാരണം സംശയം ഉണ്ടാവും. കാരണം നമ്മൾ ചോദിച്ചു നല്ല രസമാണെന്ന് അയാൾ പറഞ്ഞു, പക്ഷേ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ ചോദിക്കും നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എനിക്കറിയില്ല, ഭക്ഷണമല്ലേ. പിന്നെ അതേപോലെ ഇപ്പോൾ ചില തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്, തോന്നുന്നില്ല എന്തോ ഒരു കൗൺസിലറോ എന്താന്നൊക്കെ തോന്നുന്നു. Because I am working in an organization, I'm full time in an organization in Kerala which is right now based in Trivandrum, which is called Arsha Vidya Samajam, and since the last 23-24 years we are bringing back people who have converted like this, bringing back people who have converted or were on the verge of conversion back to Sanatana Dharma through ideology. അത് പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് പോയ, അതായത് നമ്മുടെ ഹിന്ദു ഇതിൽ നിന്ന് പോയ, അതായത് അങ്ങനെയാണ് ഇവർ പറയുന്നത്, അതിൽ നിന്ന് സനാതന ധർമ്മത്തിൽ നിന്ന് പോയ ആൾക്കാരെ അതിലോട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് അവളുടെ ഒരു പണി. അതായത് പുള്ളിക്കാരിയുടെ പണി എന്ന് പറഞ്ഞാൽ, അതായത് സനാതന എന്തായിരുന്നു അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലേ തന്നെ ഇത് ഇങ്ങനെ സാധനം തന്നെ 6-ാം നൂറ്റാണ്ടിലെ സാധനമാണ്. അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞ സാധനം 200 BC മുന്നേയുള്ള സാധനം. This is happening in Kerala and not just Kerala, this is happening all over India and the world also. പിന്നെ അടുത്ത പുള്ളി പറയുന്നത്, അതായത്
കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്, ഡെയിലി നടക്കുന്ന സംഭവമാണ് ഇത്. ഇതുപോലെ എല്ലായിടത്തും ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ കമ്മിയാട്ടോ. ലോകത്ത് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും, എനിക്ക് അറിയില്ല. ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ എന്തൊക്കെ പറയുന്നത്, ചുമ്മാ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ പറയുകയാണ്. അതായത് ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ എത്ര പേര് ഞങ്ങളുടെ നാട്ടിൽ തന്നെ എത്ര പേര് മറ്റേ ഹിന്ദുക്കളെ ക്രിസ്ത്യൻസ് കല്യാണം കഴിച്ചു, അതേപോലെ എൻ്റെ അയൽവാസി തന്നെ ഉണ്ട്. പിന്നെ എത്ര പേര് മുസ്ലിംസിനെ കല്യാണം കഴിച്ചു. ഇതൊന്നൊരു സംഭവമല്ല. ഇതൊക്കെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ ഒരു ആവശ്യമില്ലാത്ത കേസാണ്. ആർക്കെന്ത് വേണം വിശ്വസിക്കാം. എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ എന്തിനാണ് തിരിച്ചു കൊണ്ടിരുന്നത്? അവർ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ്, അല്ലാതെ സനാതന ധർമ്മത്തിലോട്ടൊന്നും കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത കേസാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോകത്തിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ മുഴുവൻ പ്രശ്നത്തിനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അടുത്തത് ഒരു ചങ്ങായി, നമ്മുടെ ഒരു കേരളീയനാണ്. കേരളീയൻ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇവിടെ നൽകുന്നത്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളത്. അതിലുപരി എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, എന്നാലും കേരളത്തിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കാണിച്ചിരിക്കണം. കാര്യം ആ സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവുകയാണ്. ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഏതൊക്കെ രീതിയിൽ വേറെ ഈ മറ്റു മതത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ല. വളരെ നല്ലവരായ മുസ്ലിങ്ങളുണ്ട്, അവരാരെ അടച്ചാക്ഷേപിക്കുന്നില്ല. ഈ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മളെ ഹിന്ദു സമൂഹം വളരെ വളരെ സൂക്ഷിക്കുക. പുള്ളി പറയുന്നത് ഇവിടെ കാണിച്ച് അതായത് പുള്ളി നമ്മൾ ആറാട്ടണ്ണനൊക്കെ വൈറലായില്ലേ, അത് ഈ മൈക്ക് നോക്കി പിടിച്ചിങ്ങനെ സോറി എന്താ പറയുക, നമ്മളിങ്ങനെ ചെല്ലത്തില്ലേ സിനിമയൊക്കെ റിവ്യൂ പറയുന്ന ആൾ, അതേപോലെ കേരള സ്റ്റോറി 1 റിവ്യൂ പറഞ്ഞ ഒരു ചങ്ങായിയാണ് പറയുന്നത്. പുള്ളി പറയുന്നത് അതായത് ഇത് കേരളത്തിൽ ഫുള്ള് നടക്കുന്നതാണ്, ഇത് വളരെ സത്യമായൊരു കാര്യമാണ്, ഈ പറയുന്നത് കാര്യങ്ങൾ വളരെ സത്യമായ കാര്യമാണ്, കേരളത്തിൽ എവിടേക്കോ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ ഞാനിനി പറയേണ്ട ആവശ്യമില്ല, റെസ്പോൺസായിട്ട് ആ കമൻറ്റിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെല്ലാ പെൺകുട്ടികളും ഈ സിനിമയെ കാണുന്ന പോലെ പൊട്ടത്തികളല്ല. ശരിയായ കാര്യം തന്നെയാണ്. കാരണം ഞാൻ ആ പടം കണ്ടിട്ടില്ല, എനിക്ക് അതായത് ശരിയായ കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത് നടക്കുന്നതാണെന്ന്. എനിക്ക് പടം കാണേണ്ട ആവശ്യമില്ല, ഞാൻ റോസ്റ്റ് കണ്ടിട്ടുണ്ടോ, എനിക്കറിയാം ഇത് പടം. ഇനി ഇത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണം നിർബന്ധമൊന്നുമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള റെസ്പോൺസ്, കേരളത്തിലെ ആൾക്കാർ ഇത്ര മണ്ടന്മാരല്ല, മണ്ടത്തികളല്ല, മണ്ടന്മാരുമല്ല. പക്ഷേ ഇതിവിടെ ഇയാൾ പറയുന്നത് ശരി തന്നെയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 1-2 നടക്കുന്നുണ്ടാവും. പക്ഷേ പുള്ളി വിശ്വസിക്കുന്ന ഇതെല്ലാം നടക്കുന്നുണ്ടെന്നാണ്. അതായത് എവറിത്തിങ് അതായത് പുള്ളി പറയുന്ന എല്ലാം, അതായത് അവിടെ കാണിച്ച എല്ലാ കാര്യവും സത്യമാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കാണിച്ചിരിക്കണം. കാര്യം അതായത് പുള്ളിയുടെ വർത്തമാനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഹിന്ദുക്കൾ എന്തോ കൂടുതൽ ശ്രദ്ധിക്കണം, അവരുടെ പിള്ളേരെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു രീതിയിലുള്ള, അതായത് പെൺമക്കളുള്ള വീട്ടുകാരെന്തായാലും ഈ പടം കാണണം എന്നൊക്കെ രീതിയിലുള്ള, അത് നീ എന്നുള്ളൊരു ഒരു സംഭവം വരുന്നുണ്ട്, നിങ്ങൾ എന്നൊക്കെയുള്ളൊരു സംഭവം വരുന്നുണ്ട് പുള്ളിയുടെ ഇതിൽ നിന്ന്. അതായത് ഇനി ഹിന്ദു കമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാം, ഡിവൈഡ് ആൻഡ് റൂൾ തന്നെ ആണ് പരിപാടി. അപ്പോൾ അതാണ് സംഭവം. ഇതിൽ കാരണം അയാൾ ആ ഒരു സിനിമയുടെ ഇമോഷനിൽ പറയുന്നതായിരിക്കും, പക്ഷേ ഇത് സംഭവം അങ്ങനെയാണ് വരുന്നത്. എന്തോ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുള്ള ഒരു രീതിയിലാണ് പുള്ളിയൊക്കെ പറയുന്നത്. പിന്നെ ഇതാണൊരു സംഭവം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിജി തന്നെ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരള സ്റ്റോറി ഇങ്ങനെയാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. केरला स्टोरी, ये केरला स्टोरी की इन दिनों काफी चर्चा है. മോദിജി സത്യത്തിൽ നല്ല പടമാണെന്ന് പറഞ്ഞു, മോദിജീനെ പറഞ്ഞു. ഇപ്പം മോദിജീൻ്റെ ഡൂപ്പും വന്നു പറഞ്ഞു പടം കാണണമെന്ന്. സെയിം കണ്ടാൽ മോദിജീനെ സൗണ്ട് വൈസിട്ട് മോദിജീൻ്റെ ഒരു വലിയൊരു ഫാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു മോദിജീനെ പോലെ അനുകരിക്കുന്നൊക്കെ. केरला का रियल स्टोरी है तो बहुत अच्छी बात है कि इसको इस तरह से पिक्चराइज किया और पब्लिक के बीच में लाया. और मैं चाहता हूं कि सब लोग देखें, हर लोग घर से बाहर आकर ये देखें लड़कियों के साथ में क्या हुआ है.
പുള്ളി പറയുന്നത് ഇത് എന്തായാലും നമ്മൾ കാണണം, ഇതെല്ലാവരും കാണേണ്ടതാണ്, അടിപൊളി പടമാണ്. മോദിജിയും പറഞ്ഞു കാണണമെന്ന്, പിന്നെ പുള്ളിയും പറഞ്ഞു അതെ നമ്മുടെ മോദിജീൻ്റെ ഒരു അനിയനാണെന്ന് തോന്നുന്നു, ഏകദേശം ലുക്ക് വെച്ചിട്ട് അത്രയില്ല എന്നാലും മോനാന്ന് തോന്നുന്നു, എന്തോ ആണ്. മോദിജിയും പറഞ്ഞു മോദിജീൻ്റെ ഒരു ഡൂപ്പും അല്ലെങ്കിൽ മോദിജീൻ്റെ എന്താ പറയുക എനിക്കറിയില്ല, ഒരു കണ്ടില്ലേ സൗണ്ട് വൈസ് മോദിജീൻ്റെ ബിഗ് ഫാനോ എന്തൊക്കെയാണ് പുള്ളിയും പറഞ്ഞു കാണണമെന്ന്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് കുറച്ചൊക്കെ ഇനി സപ്പോർട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി, എവ്രി വൺ ഷു വാച്ച് ഇറ്റ്. അത് എല്ലാവരും കാണേണ്ടതാണ്. ഒരു കമൻറ്റ് sometimes reality is so brutal that you refuse to believe that is reality. मूवी तो देखना बनता है. എന്താ മനസ്സിലായില്ല. ഐ ലവ് ദിസ് മൂവി ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി. വി നീഡ് മോർ മൂവീസ് ലൈക്ക് ദിസ്. നല്ല കമൻറ്റുകൾ. ഐ എം എ മുസ്ലിം ഫ്രം ജമ്മു കാശ്മീർ ആൻഡ് ഫുൾ സപ്പോർട്ട് ഫോർ കേരള സ്റ്റോറി 2. നമ്മൾ വിചാരിക്കും മുസ്ലിംസും സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവുമായിരിക്കും. അതെന്ന് വെച്ചിട്ട് കേരളത്തിൻ്റെ പേരിടേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിന് ഇങ്ങനെ പ്രശ്നം വല്ല ഇവിടുന്നോ ജമ്മു കാശ്മീർ സ്റ്റോറിന്നോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരനോട് പറയുവാണ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടണമായിരിക്കും. അല്ലാതെ വേറെ ഇങ്ങനത്തെ കേരള സ്റ്റോറി എന്നൊക്കെ ഇട്ടിട്ട് കേരളത്തിൽ ഒന്നാമത് അടിയില്ല, ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഒന്നാമത് ഇങ്ങനത്തെ പ്രശ്നം കമ്മിയാണ്, വളരെ കമ്മിയാണ്. അപ്പോൾ നമ്മൾ ഇത് കേരള സ്റ്റോറിന്ന് ഇട്ടതാണ് ഇവിടെ മെയിൻ പ്രശ്നം. നമ്മൾ മനസ്സിലായല്ലോ. പിന്നെ ഇത് നമുക്ക് തിരിച്ചും ഉണ്ടാക്കാം. പക്ഷേ ഇത് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പടം ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. പക്ഷേ ഇമാർ ഇങ്ങനത്തെ പടമൊക്കെ ഇറക്കിയത് പുറത്തേക്ക് ഇറങ്ങാം, അത് വേറെ കാര്യം. അപ്പോൾ അതാണൊരു സത്യം. പിന്നെ ചില ആൾക്കാർ പറയും ദിസ് ഈസ് റിയാലിറ്റി മസ്റ്റ് വാച്ച്. അതായത് ഈ പടം നമ്മൾ കണ്ടിരിക്കണം. ഫുൾ സപ്പോർട്ട് ഫോർ ദിസ് മൂവി. അതായത് ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും ഉണ്ട്, നല്ല ഫുൾ സപ്പോർട്ടാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡാണ്. നമ്മൾ കുറേ ടെക്നോളജി ഉണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജെനറ്റിക്സിൽ കുറേ കാര്യങ്ങൾ നമുക്കറിയാം, നമുക്ക് ടെക്നോളജി ഉണ്ട്, നമുക്ക് AI ഉണ്ട്, നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ്ഡാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മളെ ഇനിയും ആ ഒരു 3000 BC 2000 തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയാണ് ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലേ തന്നെ നമ്മൾ അത് ശരിയാന്ന് പറഞ്ഞ സാധനം തന്നെ 6ാം സെഞ്ചുറിയാണ്. അതേപോലെ നമ്മളിപ്പോൾ എക്സ് മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ ചങ്ങായില്ലേ, ഇവരൊക്കെ ഈ പടത്തെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇത് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു വേറെ വല്ല ഉദ്ദേശമായിരിക്കും. കാരണം പതിയെ എല്ലാവരും മതങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു രീതിയിലായിരിക്കും. അതൊരു ഫിക്ഷനായിട്ടായിരിക്കും അവരെടുക്കുന്നത്. അതായത് ഈ കണക്കൊക്കെ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ പടത്തിനെ ഒരു ഫിക്ഷനായിട്ട് കാണും, പക്ഷേ ഒരു മുസ്ലിം മതത്തിനെ ആക്രമിക്കുന്നതായിട്ട്. കാരണം പണ്ട് ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ മുസ്ലിം മതത്തിനെ ആക്രമിക്കൽ കുറവായിരുന്നു, മുസ്ലിം മതത്തിനെ എല്ലാവർക്കും പേടിയായി. ഈ ഒരു ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മതത്തിനെയും വിമർശിക്കാനുള്ളൊരു താക്കോല് പോലൊരു രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അറിയില്ല, അവർക്ക് ഇപ്പോൾ ഇങ്ങനെ എക്സ് മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ അവർ ഈ മുസ്ലിമുകളുടെ മേത്തോട്ട് ഇടുന്ന ആ ഒരു രീതിയിലാണ് അവരുടെ കണ്ടൻറ്റുകൾ പോകുന്നത്. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വേറെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അതായത് ചിലപ്പോൾ ഈ മതങ്ങളെ ഇല്ലാതാക്കേണ്ട രീതി എന്തെങ്കിലുമൊക്കെ മിഷൻ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷെ അവരുടെ കണ്ടൻറ്റുകളൊക്കെ അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നതും, അറിയില്ല എന്താണ്. അല്ലെങ്കിൽ അവർക്ക് പണ്ടത്തെ അവർക്ക് അതിനോടുള്ളൊരു വെറുപ്പൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അതിലൂടെ. അതായത് എക്സ് മുസ്ലിംസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഭാഷ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവരുടെ പോലെ ആകാത്തതെന്ന് അറിയില്ല. മലപ്പുറം ഭാഷ എനിക്ക് അത്ര മലപ്പുറം ഭാഷ ഇല്ല, അറിയില്ല എന്താണെന്ന് അറിയില്ല. കാരണം അതായത് മലപ്പുറം ഭാഷയില്ല. ഞാൻ ജനിച്ച് വളർന്നത് ക്രിസ്ത്യനായിട്ടാണ്, പക്ഷേ ഇപ്പം അല്ല. അപ്പോൾ മലപ്പുറത്തെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇതുണ്ട് മലപ്പുറത്തെക്കുറിച്ച് തന്നെ. നമ്മുടെ ഈ രൺവീർ അലവാദിയ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന് അറിയും, പുള്ളിയുടെ ഒരു ഷോയിൽ വന്നിട്ട് ചെങ്ങായി വന്നിട്ട് പറയാണ് ഇങ്ങനെയാണ് അതായത് ഹിന്ദുക്കളുടെ ടെമ്പിളെല്ലാം, അതായത് അവിടെയുള്ള അതായത് പാകിസ്ഥാനിലുള്ള ടെമ്പിളും അതും ഇതുമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞങ്ങ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും മലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മുസ്ലിമിന് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത്ര കാലം എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. While I'm a student of history and I
totally believe the invasions that happened before colonialism began have killed off a lot of the love that Hindus have for Hinduism. Hindus throughout northern India, today known as Pakistan and Afghanistan, you will not find a single temple in that entire region. Seeing it very objectively, of course it hurts me as a Hindu. Yes. My own ancestors have gone through this, but I have to have social responsibility as a modern media professional with this kind of a following. If you don't know where you came from, you won't know where you're going. There is a remote village in Malappuram in Kerala. There is a huge signboard saying that this is a Islamic village. Only the Islamic law applies here. Non-Muslims are discouraged from entering here. It is on Indian soil, subject to Indian laws. How do you explain this without understanding history and without understanding what makes a village do this? Fair? അതായത് ഏറ്റവും നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് സ്ഥലമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു സ്ഥലമാണ് ഈ മലപ്പുറം. എന്നിട്ട് ഇവർ പറയുന്നത് ഇത് കൊള്ളത്തില്ല, ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഉള്ള സ്ഥലമാണ്, ഇതാണ് മറ്റേതാണ് വസ്തു എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. കാരണം എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ ഇതുവരെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും നല്ലൊരു കച്ചവടക്കാർ, അങ്ങനെയൊക്കെ ഏറ്റവും നല്ല പൈസ കുറവാണ്, ജീവിക്കാൻ തന്നെ സുഖമാണ്. ഒരു 200 രൂപ ഉണ്ടെങ്കിൽ, അല്ല ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ജീവിക്കാം. അത്രയ്ക്കും എളുപ്പമാണ് ഈ സ്ഥലം. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നല്ല എളുപ്പമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ മര്യാദയ്ക്ക് ഒരു 1000 രൂപ മതി. ഞാൻ ഉള്ള സീരിയസ് ആയിട്ട് പറയും. അത് ഏതൊരാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പോ ബുക്ക് എഴുതാനോ എന്തെങ്കിലുമൊക്കെ പൈസയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് മലപ്പുറത്ത് വന്ന് താമസിച്ചാൽ നല്ല ചിലവ് കുറവാണ്. കാരണം ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് സ്ഥലമാണ്. കാരണം ഞാൻ മംഗലാപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം മുന്നേ പോയായിരുന്നു. അവിടേക്ക് എന്ത് വിലയാണ്, തീട്ട ഒരു സ്ഥലം. അങ്ങനെയല്ല, ഞാൻ തീട്ട സ്ഥലമല്ല, അത് ഞാൻ തീട്ട സ്ഥലം എന്ന് ഉദ്ദേശിച്ചാൽ മലപ്പുറത്തെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ബിസിനസ്സോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഒട്ടും കൊള്ളത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും, പക്ഷേ അല്ല, പ്രൈസിൻ്റെ കാര്യത്തിൽ മലപ്പുറം അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു വെറും കൂലിപ്പണി എടുത്താൽ പോലും നമുക്ക് രാജാവിനെപ്പോലെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് മലപ്പുറം. മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമുകൾ മാത്രമേ പറ്റുള്ളൂ അതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്. സീരിയസ്ലി ഞാൻ അവിടെ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇവർ പറയും ഇതെന്താ താലിബാനോ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയുള്ളൊരു അപ്പോൾ ചെങ്ങായി എന്താ ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് കേരളം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ കേരളവാദിയൊന്നുമല്ല. അത് അങ്ങനെയല്ല, കേരളം മൊത്തം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ മലപ്പുറത്തിൻ്റെ കാര്യം എടുത്താൽ ഹനുമാൻ കൈൻഡ് മലപ്പുറംകാരനാണ്. പുള്ളി മലപ്പുറംകാരനാണ്. പുള്ളി ഹനുമാൻ കൈൻഡ് അല്ലേ, ഹനുമാൻ. അപ്പോൾ പുള്ളിക്ക് ഹനുമാൻ ഇടാൻ പറ്റുന്നുണ്ടല്ലോ. പുള്ളി വളർന്നത് ഇപ്പോൾ അവിടെയൊക്കെയാണെന്ന് കരുതിക്കും, എന്നാലും ഇപ്പോൾ താമസിക്കുന്ന ഇവിടെ അല്ലെങ്കിലും. പക്ഷെ പുള്ളി മലപ്പുറംകാരനാണ്. അതായത് എനിക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല മലപ്പുറത്ത് ഇത്ര പ്രശ്നമുള്ള കാര്യം. ഇവരൊക്കെയാണ്, ഇവിടെ വരുപോലും ചെയ്യാത്തവന്മാരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ കാര്യം. കേരളത്തിൽ വരാത്ത എല്ലാവർക്കും തോന്നുന്നുണ്ടോ, കേരളീയർക്ക് തോന്നുന്നുണ്ടോ, അതായത് ഇവന്മാരൊന്നും ഇവിടെ വന്നിട്ട് പോലുമില്ല, ചുമ്മാ അങ്ങോട്ട് പടച്ചു വിടുന്നതാണ് കുറേ. അതാണ് പരിപാടി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതൊന്നൊരു പ്രശ്നമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമുണ്ട്. അതായത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ ഇത് വേറെ വള്ളിയുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസേ അല്ല. ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ജസ്റ്റ് ടൈം വേസ്റ്റാണ്. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഞാൻ തന്നെ എനിക്ക് എൻ്റെ ടൈം കളഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ഉണ്ടാക്കിയത്. അതായത് മെയിൻ പ്രശ്നം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ നോക്കിയെന്നുള്ളൂ. അല്ലാതെ ഇതൊരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ കാണാം. ഞാൻ ഈ പടം കാണാൻ വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ വലിയ താല്പര്യം, ഈ ഡിപ്രസിങ് ടൈപ്പ് പടങ്ങൾ. എനിക്ക് ഇങ്ങനത്തെ ആക്ഷൻസ്, കൂറപ്പടം ഇല്ലേ, അനന്തരാമനൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ കൂറപ്പടം, ആക്ഷന്, ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ പോലീസിൻ്റെ സൈക്കോ, ഇങ്ങനത്തെ ടൈപ്പ് ഒരു സൈസ് മിസ്റ്ററിയുള്ള ടൈപ്പ് പടങ്ങൾ. പിന്നെ കൂറപ്പടങ്ങൾ എനിക്കിഷ്ടം, അത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കൂറപ്പടങ്ങൾ കാണാറുണ്ട്. അത് പണ്ട് പോലെ ചെറുപ്പം പോലെ ഞാൻ കൂറപ്പടങ്ങൾ ഇരുന്ന് കാണുമായിരുന്നു. അത് സീരിയസ് ആയിട്ട് പറയാം. പക്ഷേ അത് കൂറപ്പടമാണെന്ന് എനിക്ക് മനസ്സിലായത് വലുതായി കഴിഞ്ഞിട്ടാണ്. അത് ഒരു ഇങ്ങനത്തെ അപ്പൂപ്പന വോയിസിങ്. കാരണം ഞാൻ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പടങ്ങൾ കൂറപ്പടമായിരുന്നു. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ എനിക്ക് ഒരു കാണുമ്പോൾ ഇപ്പോൾ സൈസ് പടമില്ലേ, നമുക്കറിയില്ലേ, കൂറപ്പടങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിനൊരു പ്രത്യേകതയുണ്ട് അതിന്. അതാണ് ഭയങ്കര ചിരിക്കാണ്ടോ, ഭയങ്കര സീരിയസ് ആയ കാര്യങ്ങൾ ഭയങ്കര നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അതാണ് ഈ കൂറപ്പടങ്ങൾ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളാണ്. കാണുമെന്ന് അറിയത്തില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ വീഡിയോ, അത്രേ ഉള്ളൂ. കഴിഞ്ഞു, നിർത്തിയേക്കാം.